ഗുഡ് മോർണിംഗ്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ട്രെയിനീസുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഒരു ഓഡിയോ ആംപ്ലിഫയറോ അല്ലെങ്കിൽ ഒരു റേഡിയോ റിസീവറോ അല്ലെങ്കിൽ ടി വിയോ സർവീസ് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾട്ട് ഫൈൻഡിങ് പ്രൊസീജിയർ രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. നമുക്കൊരു പ്രാക്ടിക്കൽ മിക്സഡ് ക്ലാസ്സാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് ഓഡിയോ ആംപ്ലിഫയർ. ഏതായിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ. അപ്പോൾ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കും? ഒരു ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുന്ന സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓഡിയോ ആംപ്ലിഫയർ സർക്യൂട്ട് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാം. എന്നാലും ഞാൻ അതിൽ ഓരോന്നിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നിരുന്നു. അതിനകത്ത് എന്താ ഒന്ന് BC 148 എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സോളിഡ് കോമൺസിൻ്റെ ലിസ്റ്റ് തരുന്നത്. BC 148 എന്ന് പറയുന്ന പ്രീ ആംപ്ലിഫയർ, BC 148 എന്ന് പറയുന്ന അടുത്ത ഡ്രൈവർ, AC 128 127 ഇങ്ങനെ ചേർത്തിട്ടുള്ള കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ. ഇത്രയുമാണ് നമുക്ക് ഉപയോഗിക്കുന്ന ആക്റ്റീവ് കോമ്പണൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ടെക്നിക്കൽ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ ചെയ്യാം, ഒരു ബോർഡിൽ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ്. റെഡിയല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഫോൾട്ടി റിസീവർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൾട്ടി ഓഡിയോ ആംപ്ലിഫയർ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ബോർഡ് കിട്ടി, അതിൽ നിന്ന് വിഷ്വൽ ചെക്ക് ചെയ്യുന്നു. വിഷ്വൽ ചെക്ക് ഓക്കെ ആണെങ്കിൽ, അതായത് അറിയാൻ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വിഷ്വൽ ചെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ബ്രോക്കണോ മറ്റെന്തെങ്കിലും ബേൺഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് വർക്കിംഗ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വിഷ്വൽ ചെക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം, അതിൻ്റെ സിംറ്റം നോക്കാം. സിംറ്റം ഓഡിയോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. അതായത് പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് ബോഡിയിലേക്ക് പവർ സപ്ലൈ കൊടുക്കാം. നമുക്ക് ആ പവർ സപ്ലൈ കൊടുത്ത് നമുക്ക് പവർ സപ്ലൈ സാധാരണ 6 വോൾട്ടോ അല്ലെങ്കിൽ 4.5 അല്ലെങ്കിൽ 9 വോൾട്ടോ കൊടുക്കുന്ന റേഡിയോകളായിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് നമുക്കിതിന് ഒരു ബോർഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലേക്ക് നമ്മളൊരു 6 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ 6 വോൾട്ട് കൊടുക്കുന്ന സർക്യൂട്ട് പ്രകൃതി റേഡിയോയുടെ ചേസസ് ആണെന്ന് കണക്കാക്കിയാൽ ഇതിനെ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ലൗഡ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ +VCC കൊടുത്തിട്ടുണ്ട്, ഇത് ഗ്രൗണ്ട് -VCC. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സർക്യൂട്ടിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്കിൽ ഈ BC 148 ട്രാൻസിസ്റ്ററിൻ്റെ ഇവിടെ ആയിരിക്കും വോളിയം കൺട്രോൾ ഉണ്ടാവുക. ഓക്കെ, ഈ വോളിയം കൺട്രോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ട്യൂസർ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇത് വർക്കിംഗ് ആണെങ്കിൽ ഈ ലൗഡ് സ്പീക്കർ വഴി എന്ത് കിട്ടും? ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അങ്ങനെ ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നു എങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഓഡിയോ സൗണ്ട് ആയിട്ട് കേൾക്കുന്നു എങ്കിൽ, ഓഡിയോ നോട്ട്സ് എന്ന് പറയുന്ന ഒരു നോട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ സെക്ഷൻ ഓക്കെ എന്ന് പറയാം. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതിന് ചില ഫോൾട്ടുകൾ ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് സിംറ്റമായിട്ട് വരുന്നത്. അപ്പോൾ സിംറ്റത്തിൽ ഓഡിയോ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്ക്. ഓഡിയോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഫോൾട്ട് ഇല്ല. ഓഡിയോ ഇല്ലെങ്കിൽ നോ ഓഡിയോ എന്ന് എഴുതുക. നോ ഓഡിയോയ്ക്ക് കാരണമായിട്ടുള്ള നെക്സ്റ്റ് എന്താണ്? പ്രോബബിൾ ഫോൾട്ട്സ് ആണ്. പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ് ആണ്. പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ് ഏതാ വരിക? പ്രീ ആംപ്ലിഫയർ, ഡ്രൈവർ, പുഷ് പുൾ ആംപ്ലിഫയർ, അതായത് ഔട്ട്പുട്ട് ഏതാണോ ആ ഔട്ട്പുട്ട് സെക്ഷൻ, ലൗഡ് സ്പീക്കർ, ഇത്രയുമായിരിക്കും. അത് എന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് മെഷർമെൻറ്റ് നോക്കുക. വോൾട്ടേജ് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ വോൾട്ടേജ് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോ ഓഡിയോ ആണെങ്കിൽ നമ്മൾ അതിന് മുമ്പ്, ഈ വോൾട്ടേജ് മെഷർമെൻറ്റിന് മുമ്പ് ഈ സ്പീക്കർ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യുന്നു. ലൗഡ് സ്പീക്കർ ഓക്കെ. ലൗഡ് സ്പീക്കർ ഫോൾട്ട് ആണെങ്കിൽ നോ ഓഡിയോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ലൗഡ് സ്പീക്കറിന് ഡിഫക്റ്റ് കണ്ടെത്തിയാൽ തന്നെ ചിലപ്പോൾ ഓഡിയോ ഉണ്ടായേക്കാം. അത് കറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വയർ ഡിസോർഡർ ആയി പോയതോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, കണക്ഷൻ കൊടുത്തിട്ട് ഓഡിയോ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വോൾട്ടേജ് മെഷർമെൻറ്റ്. അത് ലൗഡ് സ്പീക്കറും ഓക്കെ ആണെങ്കിൽ വോൾട്ടേജ് മെഷർമെൻറ്റിലേക്ക് പോവുക. ഈ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ നോക്കുക, ഈ ട്രാൻസിസ്റ്ററിനെ നോക്കുക, അതിവിടെ ടാബ്ലേറ്റ് ചെയ്യുക. രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു 6 വോൾട്ട് കൊടുക്കുമ്പോൾ ഈ സർക്യൂട്ട് പ്രകാരം എത്ര വോൾട്ട് വരും എന്നതിനെക്കുറിച്ച് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വോൾട്ടേജ് നോക്കിയാൽ ഓക്കെ ആണെന്ന് വിചാരിക്കുക. ഇനി അടുത്ത ഡ്രൈവർ മെഷർ ചെയ്യുക. ഡ്രൈവറിൻ്റെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ബേസിന് വോൾട്ടേജ് ബേസ് വോൾട്ടേജ് ഒരു 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. എമീറ്ററിൽ ഒരു 1.2 ആണെന്ന് വിചാരിക്കുക. കളക്ടറിൽ ഒരു 5 വോൾട്ടുമാണെന്ന് വിചാരിക്കുക, നോർമലി വരേണ്ടത്. എന്നാൽ ഈ നോർമൽ വരുന്ന വോൾട്ടേജിന് പകരം ഇവിടെ 5 വോൾട്ടിന് പകരം 0 വോൾട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഫോൾട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ 0 വോൾട്ട് വന്നപ്പോൾ എന്തായി മാറുന്നത്, നമുക്ക് ഫോൾട്ടിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് ഓർ ഹോൾഡ് ചെക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓർ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് എഴുതി കളക്ടർ സർക്യൂട്ട് ട്രേസ് ചെയ്യുമ്പോൾ ഈ കളക്ടർ സർക്യൂട്ടാണ് ഇവിടേക്ക് എന്തുണ്ടാവും, ഒരു സപ്ലൈ വന്നിട്ടുണ്ടാവും. ഈ സർക്യൂട്ടിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് സപ്ലൈ വരുന്ന +VCC വഴിയാണ്. അപ്പോൾ ഈ +VCC ലൈന് ഒന്നെങ്കിൽ ഈ കോമ്പണൻറ്റ് ഇവിടെ ഫെയിലിയർ, അല്ലെങ്കിൽ ഇവിടുന്ന് സപ്ലൈ വരാത്തതിന് എന്തെങ്കിലും പ്രശ്നമാണെന്നാണ് ഇതിൻ്റെ നിന്ന് കണ്ടെത്തുന്നത്. ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആ പോയിന്റിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. ഇത് സാധാരണ റേഡിയോ റിസീവറിലുള്ള ഒരു ബോർഡാണ്. ഇതിനെ നോർമലി എൽ ബോർഡ് എന്നാണ് പറയുക. കണ്ടത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബോർഡാണ്. ഈ എൽ ബോർഡിലാണ് നമ്മൾ റേഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോമ്പണൻസുകളും അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓഡിയോ സെക്ഷൻ കണ്ടെത്തണം. ഓക്കെ, ഓഡിയോ സെക്ഷൻ കണ്ടെത്താൻ ഇതുള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങി ഈ ഭാഗം വരെയാണ് ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ. ഈ സെക്ഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, 2 ട്രാൻസിസ്റ്റേഴ്സ്, പുഷ് പുൾ അറേഞ്ച്മെൻറ്റിൽ 2 ട്രാൻസിസ്റ്റേഴ്സ്. ഇതിനിടയിൽ ബയാസിങ് സർക്യൂട്ട്സുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു 2 കപ്പാസിറ്റേഴ്സ്, വോൾട്ടേജ് ഡിവൈഡർ. പണ്ട് കാലത്തുള്ള റേഡിയോയിൽ ഇവിടെ വേറൊരു ട്രാൻസ്ഫോമർ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ട്രാൻസ്ഫോമർ ഒഴിവാക്കി 2 കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്യൂട്ടിനെ മാറ്റം വരുത്തിയിട്ട് വേറെ കോംപ്ലിമെൻ്ററി സിമെട്രി സർക്യൂട്ട് വരുന്നത് കൊണ്ട് അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ആയിരിക്കും സാധാരണ ബോർഡുകളിൽ കാണുക. എന്നാൽ ഈ ബോർഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എൽ ബോർഡ് വെച്ചിട്ടുള്ള ഒരു റേഡിയോ റിസീവറിൽ നോർമലി എങ്ങനെയായിരിക്കും, ഈ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇവിടുത്തെ കണ്ടോ, 2 ട്രാൻസിസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബയാസിങ് റെസിസ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ഡ്രൈവർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത്. ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഡ്രൈവർ ട്രാൻസ്ഫോമറും ഇത് തന്നെയാണ്. ഇതാണ് ഡ്രൈവർ ട്രാൻസിസ്റ്റർ, ഇത് പ്രീ ആംപ്ലിഫയർ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇതാണ് ആക്റ്റീവ് കോമ്പണൻസ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ നിന്ന് ഇതിൻ്റെ ബേസ് 2 കണ്ടോ, ഇവിടെ ഒരു ഒരു കപ്പാസിറ്റർ കാണാം. ഈ കപ്പാസിറ്റർ വഴിയാണ് വോളിയം കൺട്രോളിലേക്ക് കൊടുക്കുക. ആ വോളിയം കൺട്രോൾ വഴിയാണ് റേഡിയോയിലെ ഡിറ്റക്ടർ സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഡിയോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ എൻഡിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഈ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഓഡിയോ നോട്ട് എന്ന് പറയുന്ന ഒരു 1 kHz ഒരു ഫ്രീക്വൻസി സിഗ്നൽ നമുക്ക് കേൾക്കാൻ പറ്റും. സപ്ലൈ കൊടുക്കുക, ലൗഡ് സ്പീക്കർ ഇവിടെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് +VCCയുടെ ഒരു ലൈന്, ഇത് -VCC. ഇവിടേക്ക് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുക. ഓക്കെ, പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടേക്ക് ലൗഡ് സ്പീക്കറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ വർക്കിംഗ് ആണെങ്കിൽ ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ വോളിയം കൺട്രോളിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോ നോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ശരിയാണ്, റേഡിയോയുടെ പകുതി ഭാഗത്തോളം റെഡിയായി എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ഇതാണ് നമ്മുടെ സിലബസ് പ്രകാരം ഇത്രയും ഭാഗത്തിൻ്റെ സർവീസിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന എക്സാമ്പിളും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓഡിയോ ഉണ്ടോ, അപ്പോൾ ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ലൗഡ് സ്പീക്കർ ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പവർ സപ്ലൈ ഇവിടെ ഈ പ്ലസ്സിലും മൈനസിലും വരുന്നുണ്ടോ നോക്കുക. ബോർഡ് തിരിച്ച് വെച്ചിട്ട് ഈ സപ്ലൈ പോയിൻ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മീറ്ററിനെ നമുക്ക് വോൾട്ട് റേഞ്ചിലേക്ക് മാറ്റി ഒരു 10 വോൾട്ടിൻ്റെ റേഞ്ചിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇതിൻ്റെ പ്ലസ് ലൈന്, ഇത് ഇതിൻ്റെ മൈനസ് ലൈനാണ്.
പ്ലസ്സിലും മൈനസിലും നമുക്ക് ഇവിടുന്ന് ഒന്നിങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ റീഡിങ് കാണിക്കും. എത്രയാണോ പവർ സപ്ലൈ കൊടുക്കുന്നത് ആ വോൾട്ടേജ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ ഇല്ലെങ്കിൽ പവർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ശരിയാക്കിയത് അത് അഡാപ്റ്ററിൽ ശ്രദ്ധിച്ചാൽ അതല്ലെങ്കിൽ പവർ സപ്ലൈ ഏതാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. ഇനി പവർ സപ്ലൈ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ എന്നിട്ടും ഇനി നമുക്ക് അടുത്ത ഫോൾട്ട് വരുന്നത് ഇത് ഓഡിയോ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലാക്ക് പ്രോബിനെ എവിടെ കൊടുക്കണം? ഇവിടെ നെഗറ്റീവ് സൈഡിൽ കൊടുത്ത് ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ബേസ് എമിറ്റർ കളക്ടർ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ കളക്ടർ എന്ന് പറയുന്ന വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് ആ പറഞ്ഞിരിക്കുന്ന ആ വോൾട്ടേജിൻ്റെ ടാബുലർ കോളത്തിൽ മെൻഷൻ ചെയ്യുമ്പോൾ എന്നിട്ടൊന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു റീഡിംഗ് ഡാറ്റ നമ്മുടെ കയ്യിൽ മനസ്സിലുണ്ടായിരിക്കും. അത് പ്രകാരം ഉള്ളതാണോ ഓക്കെ എങ്കിൽ ഈ ഭാഗം ശരിയാണ്. ഇനിയുള്ളത് എന്താണ്? ഈ ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് സൈഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, ബേസ്, എമിറ്റർ, ഓക്കെ, ഈ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പ്രകാരം ഈ കളക്ടർ വോൾട്ടേജ് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ പ്ലസ് പ്രോബാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് പ്രോബിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിട്ട് കൊടുക്കുക. പ്ലസിനെ നമുക്ക് ഏത് വോൾട്ടേജാണോ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിൽ കൊടുക്കുക. ഈ പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന 0 വോൾട്ടേജ് ആണെങ്കിൽ എന്നാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയോ ഫോൾട്ട് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റ് കിട്ടിയാൽ വോൾട്ടേജിന് പിന്നെയുള്ളത് ഏതാണ്? ഇതുമായിട്ട് കണക്ഷൻ കൊടുക്കുന്ന ഈ ഡ്രൈവർ ട്രാൻസ്ഫോമറാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെ ട്രേസ് ചെയ്യുക. ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് പോയിന്റ്. അപ്പോൾ ഇവിടേക്ക് എന്ത് വന്നിരിക്കുന്നു? ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ എൻഡ് വന്നിട്ട് ഇവിടെ പ്ലസ് സൈഡിലേക്ക് വരേണ്ടത് കണ്ടോ. ഈ ഒരു എൻഡ് ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പ്ലസ് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് സപ്ലൈ വരേണ്ടതാണ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക്. അപ്പോൾ ഈ ഒന്നെങ്കിൽ ഇതാ ഈ എൻഡ് ഡിസ്കണക്റ്റ് ആയി പോയാൽ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഓപ്പൺ ആയി പോയാൽ നമുക്ക് ഓഡിയോ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഫോൾട്ട് റെസിസ്റ്റൻസ് ഓർ കണ്ടിന്യൂറ്റി ചെക്ക് വഴി നോക്കുമ്പോൾ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ആയിരിക്കാം ഫോൾട്ട് എന്ന് നമ്മൾ കണക്കാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ആയിട്ട് ഈ കളക്ടർ സർക്യൂട്ടിൻ്റെ ഫോൾട്ട് കിട്ടുന്നു. ആ ഫോൾട്ട് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഓഡിയോ ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ സ്പീക്കർ വഴി ഓഡിയോ നോട്ട്സ് കേൾക്കുന്നുവെങ്കിൽ ഈ സെക്ഷൻ ഈസ് ഓക്കെ. ഇത് ഒരു എൽബോർഡ് ഉപയോഗിച്ച റേഡിയോ റിസീവറിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് നോക്കി, ഇത് വേറൊരു ടൈപ്പ് റേഡിയോ ആണ്. ആ റേഡിയോയുടെ കണ്ടോ ഓഡിയോ സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷനാണ്. കണ്ടോ വോളിയം കൺട്രോൾ കണ്ടോ, IC ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ്. ലൗഡ് സ്പീക്കർ ഇത്യാദി കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം? വോളിയം കൺട്രോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇതാ ഇവിടെ ഇത്രയും ഭാഗം ഈ IC ഇതിനകത്ത് ഈ ഫംഗ്ഷൻ ഓഡിയോ സെക്ഷൻ മുഴുവൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ IC ചിലപ്പോൾ 2 IC ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഉണ്ടാവാം, ഒരു ICയും മറ്റ് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഉണ്ടാവാം. അത് ഏത് ടൈപ്പാണോ ഓഡിയോ സ്റ്റേജ് എന്ന് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. ഇതേപോലെ തന്നെ IC ആണെങ്കിൽ എന്ത് ചെയ്യണം? ICയുടെ പിൻ ഡാറ്റാസ് നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റും. ആ റെഫർ ചെയ്ത ഈ ICയെ സംബന്ധിക്കുന്ന വോൾട്ടേജ് കിട്ടിയാൽ ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് ഇതിൻ്റെ ഓരോ പിൻ വോൾട്ടേജ് മെഷർ ചെയ്ത് ഈ മെത്തേഡിൽ നമുക്ക് ഫോൾട്ട് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു സർക്യൂട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു സർക്യൂട്ടാണ് ഇതുള്ളത്. BC149 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ, BC148B എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ഒരു BC148Bയുടെ വേറൊരു സെക്ഷൻ കണ്ടോ, AC188, AC187. ഈ 187ഉം 188ഉം ഉള്ള ട്രാൻസിസ്റ്റർ നേരത്തെയുള്ള 128ഉം 127ഉം ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെക്ഷനുള്ള ഒരു തിയറി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കാണാം. ഇതും ഒരു ഓഡിയോ സെക്ഷനാണ്. കണ്ടോ ഇവിടെ 500 mA കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന 9 വോൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കണ്ടോ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ വോൾട്ടേജ് ഇവിടെ കണ്ടോ, എമിറ്ററും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ 187ഉം 188ഉം എന്താണത്? ഒരു PNPയും ഒരു NPN ആണ്. ഇത് PNP ആണ്, ഇത് NPN ആണ്. PNPയും NPNും കൂടെ കണക്ഷൻ കൊടുത്തപ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് കണ്ടു. ഇതൊരു കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഞാൻ മറ്റേ എൽബോർഡിൽ കാണിച്ചിരിക്കുന്നത് അതല്ല, ഒരു ഡ്രൈവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച്. ഈ സർക്യൂട്ടിൽ അങ്ങനെ ഡ്രൈവർ ട്രാൻസ്ഫോമറെ കാണാനില്ല. ഇവിടെ ഡ്രൈവർ ട്രാൻസ്ഫോമറിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ട്രാൻസിസ്റ്ററിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡ്രൈവർ ട്രാൻസിസ്റ്ററായിട്ട് ഇവിടെ 148 കൊടുത്ത് ഇവിടെ ഈ ബയാസിങ് സർക്യൂട്ട് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ വോളിയം ഇവിടെ ഇത്രയും വെച്ചിട്ടാണ് ഇതിനകത്ത് ഓഡിയോ സെക്ഷൻ
കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ BC148 എന്നൊക്കെ പറയുന്നത് പ്രീ ആംപ്ലിഫയർ സർക്യൂട്ട് ഇവിടെ ഇപ്പുറയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BC149 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻപുട്ട്, ഇവിടെയാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ CROയോ അല്ലെങ്കിൽ സിഗ്നൽ ജനറേറ്ററോ ഉപയോഗിച്ച് വേവ് ഫോം കാണണമെങ്കിൽ സിഗ്നൽ ഇവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടിൻ്റെ ഓഡിയോ ലൗഡ് സ്പീക്കർ വഴിയുള്ള സൗണ്ട് വിത്ത് അല്ലെങ്കിൽ വേവ് ഫോം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയഗ്രാം. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, നിങ്ങൾക്ക് ചില ഫോൾട്ടുകൾ കാണിച്ചിരിക്കുന്ന കണ്ടോ, ഡെഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡെഡ് ആംപ്ലിഫയറിനുള്ള പോസിബിൾ കോസസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഡെഡ് ആംപ്ലിഫയർ നോട്ട് ഈവൻ ക്ലിക്ക് സൗണ്ട് വെൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു ഓഡിയോ സൗണ്ട് ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റം നമുക്ക് കിട്ടി. കേട്ടോ, യാതൊരു വിധത്തിലുള്ള സൗണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾട്ടുകളാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു ട്രീ ചാർട്ടിൽ ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയാണ്. DC സപ്ലൈ ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡിഫക്റ്റീവ് ലൗഡ് സ്പീക്കർ ആവാം, ഓപ്പൺ കപ്ലിംഗ് കപ്പാസിറ്റർ ആവാം, ഡിഫക്റ്റീവ് പവർ ആംപ്ലിഫയർ സ്റ്റേജ് ആവാം, ഡിഫക്റ്റീവ് ഡ്രൈവ് സ്റ്റേജ് ആവാം. കണ്ടോ, ഒരു ട്രീ ഡയഗ്രത്തിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത കണ്ടോ, ലോ ഓഡിയോ ആണെങ്കിൽ ഈ പറയുന്ന ഡിഫക്റ്റീവ് ഇൻപുട്ട് സിഗ്നൽ, ഡിഫക്റ്റീവ് വോളിയം, ഡിഫക്റ്റീവ് ലൗഡ് സ്പീക്കർ, ഡിഫക്റ്റീവ് കപ്ലിംഗ്, ഓപ്പൺ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, ഡിഫക്റ്റീവ് ഡ്രൈവ് സ്റ്റേജ്, ഡിഫക്റ്റീവ് ഔട്ട്പുട്ട് സ്റ്റേജ്, ഡിഫക്റ്റീവ് വോൾട്ടേജ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ടിനെ റെഫർ ചെയ്ത് ട്രേസ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് പർട്ടിക്കുലർ കോമ്പണൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് സർവീസ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക.